നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നീ തന്നെ സമ്മതിച്ചിട്ടില്ലേ? ഒരുപക്ഷെ അന്ന് അമ്പിളി ചേച്ചി പറഞ്ഞതുപോലെ നീ നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. എന്റെ കാര്യം പോലെ അല്ലല്ലോ ചേച്ചി ചീരു ചേച്ചിയുടെ കാര്യം. വിനയേട്ടനെയും കുടുംബത്തിനെയും ഇപ്പോഴും ചീരു ചേച്ചി തള്ളി പറയാൻ പാടില്ലെന്ന് പറഞ്ഞ അമ്പിളി ചേച്ചി ചീരുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതിലിടപെടേണ്ട കാര്യം നിനക്കെന്താ? നീ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാ. അമ്പിളി ചേച്ചി നമ്മുടെ വല്യേച്ചിയും. നിനക്കവര് വല്യേച്ചിയല്ല, അമ്മയാ. അങ്ങനെയാ അമ്പിളി ചേച്ചി നിന്നെ വളർത്തിയത്. സ്വന്തം അമ്മയോട് പറയേണ്ട വാക്കുകളാണോ നീ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്? നീ ചെയ്തതൊട്ടും ശരിയായില്ല മഞ്ചാടി. സോറി ചേച്ചി, എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ വല്യച്ഛനോട് മാപ്പ് ചോദിക്കാം. വേണമെങ്കിലല്ല, വേണം. അമ്പിളി ചേച്ചി അതിന് സമ്മതിക്കുകയാണെങ്കിൽ വാ വാ. അത് പോട്ടെ, ചീരുവിനെക്കാളും വലിയ സംഘർഷം നിന്റെ മനസ്സിലുള്ളതുകൊണ്ടാ അമ്പിളി ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോ നീ വയലന്റ് ആയെന്ന് എനിക്കറിയാം. സത്യം പറ, നിന്റെ പുതിയ പ്രശ്നം എന്താ? പുതിയ പ്രശ്നം? എന്ത് പുതിയ പ്രശ്നം? അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിന് നീ സമ്മതിക്കുമെന്നായിരുന്നു ആദ്യം നീ അച്ഛന് കൊടുത്ത വാക്ക്.